ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെനു ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ ഇപ്പോൾ എണീച്ചിട്ട് ഇവ രാവിലെ എണീക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ എൻ്റെ ഉറക്കം മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അവനെ തൊട്ടിൽ കൊണ്ടേ കിടത്തു, അവിടെ കിടന്ന് ആടി ഉറങ്ങിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഉറക്കം കിടന്നിരുന്നു. ഇപ്പോൾ 10:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മേനെ ഹോസ്പിറ്റലിൽ പോയി പനിയുള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോവാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നോന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ടുണ്ട്, മരുന്നൊക്കെ ഞാൻ കൊടുത്ത്. അപ്പോൾ അവിടെ കിടപ്പുണ്ട്. ഫുഡ് പുറത്തുനിന്ന് കഴിച്ചപ്പോൾ അവർ പറഞ്ഞു മരുന്ന് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ എനിക്കുള്ളതാക്കണം. അപ്പോൾ ഒരാൾ രാവിലെ കയ്യിൽ വായിൽ കൈയിട്ടുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനവിടെ ഇരിക്കട്ടെ. ഓ വരാം. ഫാൻ കുറച്ചിടാൻ പറഞ്ഞായിരുന്നു. ഞാൻ മാറില്ല. രാവിലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാം. ഇവനിവിടെ കിടത്തി പോകുമ്പോൾ ഇവന് ഈ മാറ്റൊക്കെ പിടിച്ച് സമൂസ റോളാക്കോ, അവൻ അതിനുള്ള അങ്ങോട്ട് പൊതിയും അങ്ങോട്ട് ഇരുന്നു. ഇവനിപ്പോൾ ഹോളിൽ കൊണ്ടുവന്ന് കിടത്തണം. ഞാൻ രാവിലെ നോർമലി ഇവനെ ഉറക്കിയിട്ടാണ് ബാക്കി പണി ചെയ്യാറ്. ഇന്നിപ്പോൾ രാവിലെ ഇവന് നല്ല ഉറക്കം ഉണ്ടായി. പിന്നെ ഞാൻ അങ്ങോട്ട് ഉറക്കി. മേനോനെ കാണിച്ചു തരാം. നിൽക്കട്ടെ, പോരാ. എങ്ങനെയുണ്ട് പനിയുടെ എക്സ്പീരിയൻസ്? എവിടെയാണ് മേനോന്റെ ഇഞ്ചക്ഷൻ എടുത്തത്? പറഞ്ഞെടുക്കറോ? മൂക്കിന്നൊക്കെ നല്ല വെള്ളം വന്നുണ്ട്. മൂക്കിൽ തുള്ളി വരുന്നുണ്ടായി ഒറ്റിക്കാൻ. അപ്പം അത് ഒറ്റിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ട് പോയി. ഞാൻ അധികം മേനോടത്ത് ഇരിക്കലില്ല. കൊച്ചിൻ്റെ അടുത്ത് പോകാനുള്ളല്ലേ. മേനോടെ കിടന്ന് ഉറങ്ങട്ട്. ഞാൻ ഇനി എൻ്റെ പണിയൊന്നും ഒന്നിലിടാൻ പറഞ്ഞിട്ട് ഒന്നിലിട്ടേക്കണം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഇങ്ങനെ പായ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉമ്മിച്ച് തന്നതാണ്. ഉമ്മിച്ച് പറഞ്ഞ പുള്ളി ഇങ്ങനെ ഇറങ്ങി കളിക്കണല്ലേ, അപ്പോൾ അവിടെ കിടത്തിക്കോന്ന് പറഞ്ഞിട്ട് ഉമ്മിച്ച് തന്നതാണ് വീട്ടിൽ നിന്ന്. ഞാൻ ഇനിയിപ്പോൾ ഇവനെ കിടത്തണ മാറ്റുണ്ട്. അത് വലുതായിന്ന് ചെറുതായി അവനിക്ക്. അവനതിൽ ഫുള്ളായി ഇപ്പം. ഇനിയിപ്പോൾ അവൻ അവിടെ കൊണ്ടുപോയി കിടത്തട്ടെ. ഇല്ല ഗുഡ് മോർണിംഗ്. എൻ്റെ മോണിക്ക് എപ്പോഴേ ഗുഡ് മോർണിംഗ് ആയതാ അല്ലേ? എപ്പോഴാണ് എൻ്റെ പൊന്ന് വേക്കപ്പ് ആയത്? ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ടു ഓൾ പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഓൾ. അവനവിടെ കിടത്തട്ടെ. എന്നിട്ട് ഞാൻ ഫുഡിനുള്ള പരിപാടി നോക്കട്ടെ. കച്ചോ 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 നാരി കച്ചോടി. കച്ചോടി കിടക്കണോക്കി. അപ്പം രാവിലെ തന്നെ ഞാൻ മേനുവിന് കോഫി വേണമെന്നുണ്ട്. കോഫി ആക്കി കൊടുത്താട്ട്, ബ്ലാക്ക് കോഫി. ഇനിയിപ്പോൾ എനിക്ക് മുട്ട പുഴുങ്ങണം. ഞാൻ 2 മുട്ട കഴിക്കാമെന്ന് ഓർത്തു. നമ്മൾ ഈ സാധനങ്ങൾ വലിച്ചരിക്കുന്നതിനേക്കാളും നല്ലത് വേണ്ട സാധനങ്ങൾ കഴിക്കണല്ലേ. ഓക്കെ, നമുക്കിത് വെച്ച് കൊടുക്കാം. മുട്ട പുഴുങ്ങാൻ സെപ്പറേറ്റ് ഒരു പാത്രമൊന്നും ഇല്ല കേട്ടോ. ഇതന്നെ ഇപ്പം എങ്ങനെയാണ്ടൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ എന്താക്കുമെന്നറിയോ, പുഴുങ്ങണയിലൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അത് മര്യാദക്ക് പൊട്ടിച്ചെടുക്കാനും ചിലർ അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്താലും എനിക്ക് ഉപ്പിട്ടിട്ട് നല്ലതായിരുന്നു. ഞാൻ അപ്പം അങ്ങനെ ഉപ്പിട്ട് കൊടുക്കും. 2 മുട്ട കഴിക്കണം. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങിയത്, പൊതുവെ തിന്നണത്. ഒരുപാട് തിന്നാൻ മടുക്കും. പിന്നെ ഞാൻ ഇത് രാത്രി പയറ് കറി വെച്ചായിരുന്നു. ചെറുപയർ കറി ഉണ്ട്. പിന്നെ ചോറ് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാടായി. ഇതിപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാനിപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കും. ഇത് ചൂടാക്കും. ഇത് ചൂടാക്കി മാറ്റിയിട്ട് വേണം മേനോന് ഞാൻ കഞ്ഞി വെക്കണം. അതിന് മുന്നേ ഞാൻ എന്താക്കി, ഗ്രീൻ പീസ് ഇവിടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ മേനെ പോകുമെന്ന് വിചാരിച്ചില്ല. ഇനിയിപ്പോൾ എനിക്ക് പല്ല് തേക്കണം. പല്ലേക്കാണ്ടുള്ള നടപ്പാണിത്. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒരുവിധം ഞാൻ ഡെയിലി വ്ളോഗ് ഇടുന്നതായിരിക്കും. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച്
ഡെയിലി വ്ളോഗ്സ് അവൈലബിൾ ആവും. നമ്മൾ ചാലഞ്ചിങ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വേറെ വയ്യാത്തതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചാലഞ്ചിങ് അങ്ങനെ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കോമഡി ആയിരിക്കും. അപ്പോൾ ഇനി മേനോൻ്റെ വയ്യായ്മൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. അതിനിപ്പോൾ മുട്ട ആവട്ടെ, ഞാൻ അപ്പോഴത്തേനും ബാക്കിയുള്ളതൊക്കെ ഒന്ന് തിളപ്പിക്കട്ടെ. അതിന് മുന്നേ പല്ലേക്കട്ടെ. പല്ല് വെച്ചാൽ ഇതൊക്കെ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ അതേ ചോറ് ഊറ്റി വെച്ചു, മുട്ട ഓഫ് ചെയ്തു, കറി തളിച്ചു. ഇനി മുട്ട അതിനുള്ളിൽ ഇരുന്ന് വേവട്ടെ, എന്നിട്ട് പച്ചവെള്ളത്തിലേക്ക് ഒഴിക്കും. അതായത് ചൂടുവെള്ളത്തിൽ കുറച്ച് ഇരുന്നിട്ട് ഞാൻ പച്ചവെള്ളത്തിലേക്ക് ഒഴിക്കും. എന്നിട്ടാണ് ഇതാക്കുന്നത്. പിന്നെ തുണി വിരിക്കാനുണ്ട്. മേനുവിനായില്ലാതെ വിലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വിരിക്കണം. ഇഞ്ചി ഉണ്ട്. ഇനിയിപ്പോൾ ഇവനിപ്പോൾ ഉറക്കം കാണുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ വേഗം എണ്ണയിപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ട് ഉറക്കും. എന്നിട്ട് എനിക്ക് അടിച്ചുവരി തുറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവന് ഇരുത്തിക്കൊണ്ട് അടിച്ചുവരി തുറക്കാൻ എന്തായാലും പറ്റില്ല, അല്ലേ? യെസ്. ഓക്കെ, ഞാനപ്പോൾ ഇനി മുട്ടയൊക്കെ ആയിട്ടൊക്കെ തിന്നട്ടെ. കാണാം. കണ്ണ് തെറ്റിയത അവസ്ഥ. അടക്കെട്ടാ ഷെടുക്കാം. ഞാൻ പെണ്ണെ ഷെടുക്കാൻ വിളിക്കും. അപ്പോൾ ഇത് അലക്കിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. 3 എണ്ണം മീൻസ് മേനു മറ്റേ ഇങ്ങനെ തോർത്ത് യൂസ് ചെയ്തതും അതൊക്കെ. അപ്പോൾ അത് പെട്ടെന്ന് ഒരു 3 സാധനങ്ങളുള്ളൂ. അപ്പോൾ നമുക്കത് വേഗം വാഷ് ചെയ്തെടുക്കാം. ഇവിടെ മണിക്കൂറുകൾ ഇത് കാണിക്കും. ആദ്യം ഫസ്റ്റ് ഇങ്ങനെ വെയിറ്റ് നോക്കും, എത്ര കറങ്ങിയിട്ട് നോക്കും എന്തോരം വേണമെന്ന്, എത്ര മണിക്കൂറിനുള്ളത് ഉണ്ടാവും എന്ന് അവരൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റൊക്കെ നോക്കി നോക്കും. ഒരാൾ നോക്കി. ഇത് മണിക്കൂർ മുന്നില്ലല്ലോ, 35 മിനിറ്റ്. എൻ്റെ പൊന്നുമോനെ നല്ല ഒറ്റയ്ക്ക് എടുത്തിട്ടാ കയ്യൊക്കെ. എനിക്ക് ഇതും വിടുമ്പോൾ പേടിയാണ്. ഷുണ്ടുടു നേരെ കിടത്തട്ടെ. അപ്പം ഞാൻ എൻ്റെ ഒരു മുട്ടയിൽ ചൂടുവെള്ളം മാറ്റിയിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതാവട്ടെ. എൻ്റെ മോനെ എന്തിനാ പൊന്നെ, വളർച്ചയുടെ ഭാഗമാണ്. എന്നാലും എനിക്ക് കാണുമ്പോൾ പേടിയാ. ഹലോ ഹലോ ചാക്കുടുവി ഇല്ല പൊന്നെ. എഞ്ചിനാടി മുക്കണേ നീ? എഞ്ചിനാ മുക്കണേ? എഞ്ചിനാ നേരെ കിടത്തട്ടെ. മുട്ട നമുക്കിനി കഴിക്കാം. പിന്നെ കുട്ടിക്ക് ഫുഡ് കൊടുക്കണമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ഒന്നും കൊടുക്കണില്ല, ഫോർമുല മിൽക്ക് കൊടുക്കണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഫോർമുല മിൽക്കൊന്നും കൊടുക്കാനായിട്ടില്ല. ഞാനൊരു 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യാനാണ് താല്പര്യം. സോ അങ്ങനെ പോട്ടെന്ന് വിചാരിക്കണം. ഇതിന് മുട്ട കഴിക്കാം. അധികം എന്തൊക്കെയില്ല. അവനോട് കമ്മന്ന് കളിക്കാനാ. വളർച്ചയാണ്, പക്ഷെ പെട്ടെന്ന് മുഖം കുത്തൂലെന്ന് ഓർത്തിട്ട് പേടി. ശരിയെന്നാ ഞാൻ ഉണ്ടാക്കുമെന്നാ. രാവിലെ തന്നെ നോർമലി ഇവനെങ്ങനെ പുറത്ത് കായ്ച്ചുകൊണ്ടിരാൻ നിർത്താറുണ്ട്. ജസ്റ്റ് ഈ പരിസ്ഥിതിയൊക്കെ ഒന്ന് നല്ലൊരു ഓക്സിജനൊക്കെ കിട്ടാൻ. അപ്പോൾ ഇപ്പോൾ ഞാനവിടെ കുറച്ച് പണിയിലായത് കൊണ്ട് വിട്ടുപോയി. രാവിലെയും ഒരു വൈകുന്നേരം ഞാൻ ഇറക്കും ഇവനൊന്ന് കാണാൻ. ഇവനിങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അവിടെ റോട്ടിൽ വണ്ടികളും, അപ്പോൾ അവനിങ്ങനെ നോക്കിക്കും വണ്ടികളൊക്കെ. അവിടെ നിന്ന് ആര് കളിപ്പിച്ചാലും നോക്കൂല, വണ്ടികളൊക്കെ തന്നെ നോക്കുള്ളൂ.
അവിടെ ഇവിടെ നോക്കുമ്പോൾ വണ്ടി പോവും, വണ്ടിയിലേക്ക് കണ്ടോ. കുശാനമ്മച്ച് കുശാടി. ചെറുതായിട്ട് ഉറക്കം തന്നെ തോന്നണം. അപ്പം ഇനിയിപ്പോൾ ഇവനെ കുളിപ്പിച്ചിട്ടാണ് എനിക്ക് എൻ്റെ പണിയൊക്കെ. ഇതാണ് കേട്ടോ, അവനെ ഇതിൽ കിടത്തിയിട്ടാണ് ഞാൻ എണ്ണ വെക്കാറ്. ഇതിൽ നോർമലി അല്ലാണ്ട് കിടത്തല്. ഇനിയിപ്പോൾ ഇവനെ ഇവിടെ കിടത്തിയിട്ട് എണ്ണ വെക്കട്ടെ. രാവിലെ നോർമലി നമ്മൾ ചായ കുടിക്കാറുണ്ട്, പാൽ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ നമുക്കിവിടെ ഫ്രിഡ്ജില്ല. അപ്പോൾ നോർമലി പാല് വാങ്ങിച്ച് എന്താക്കൽ ഒന്നെങ്കിൽ രാവിലത്തേക്ക് കുടിക്കും, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പാലൊക്കെ തിളപ്പിച്ച് കുടിച്ച് തീർക്കല. അല്ലെങ്കിൽ പിന്നെ തിളപ്പിച്ച് വെക്കും. നല്ലോണം തിളപ്പിച്ച് അടച്ച് വെച്ചെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കേടാവില്ല. അങ്ങനെ ഒരു വട്ടം ചെയ്തിട്ട് യൂസ് ചെയ്തേക്കണം. പക്ഷേ എനിക്ക് ഇടയ്ക്ക് പേടിയാവും, ചിലപ്പോൾ ചീത്തായാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വട്ടം അങ്ങനെ ചീത്തായിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു പാൽ ചായ കുടിക്കേണ്ട ഒരു ഹരമാണ്. പക്ഷേ നമുക്ക് ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് പാല് ഫുള്ള് ഒരു ദിവസം കൊണ്ട് തീർക്കൽ ഭയങ്കര നഷ്ടമാണ്. ഫുള്ള് അവന് ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എണ്ണയൊക്കെ തേച്ച് കുടിക്കാട്ടാ. കുടിക്കാൻ ബാത്ത് ഒക്കെ കുടിപ്പിക്കട്ടെ. പെണ്ണേപ്പിച്ച് കിടത്തേക്ക് കേട്ടോ. ഫോണിൽ ചാർജ് കുത്തിയേക്ക്. ഇപ്പോൾ ദൂരെ നിന്ന് സൂം ചെയ്യണേ. അപ്പോൾ ഇതാ ഗൈസ്, മോനിക്കുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ഇത് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. പക്ഷേ എനിക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൊച്ചവിടെ കിടക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. എൻ്റെ കയ്യെങ്ങാനും തന്നെയാലോ ഭയങ്കര പേടിയാണ്. അമ്മ പറഞ്ഞാൽ അവനെ വേദനിപ്പിക്കണ്ടല്ലോ എന്നുള്ള സ്വന്തം ഇതിൽ പച്ചവെള്ളം കൂട്ടിയിട്ടാക്കും. അപ്പോൾ അതെ, ഇതിൽ കുളിപ്പിച്ചതിന് ഇതിൽ കൊണ്ടുവന്ന് കിടത്തും. ഇതാണ് ഞാൻ സബാമെഡാണ് ക്രീം യൂസ് ചെയ്യൽ. പിന്നെ ഇതിപ്പോൾ മറ്റേ റാസ്നാഥി. ഇനിയിപ്പോൾ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കിടത്താം. ഇതാണ് അവൻ്റെ കുട്ടി തോർത്ത്. അവൻ്റെ ഒച്ചപ്പാട് തുടങ്ങിയിട്ടുണ്ട്. കുളിക്കാനാണെന്ന് മനസ്സിലായി. ഇനി കുളിപ്പിക്കുക എന്തായാലും. കുളിച്ചാടി ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ കുളിപ്പിക്കണ്ടേ. ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഇതാണ്ട് അവൻ്റെ ടബ്. പിള്ളേരുടെ സാധനങ്ങൾ വെച്ചേക്കണം. പിള്ളേരുടെ സോപ്പ്, ഷാമ്പു, ഹെഡ് തല ഷാമ്പു. ഇതാണ് അവൻ്റെ ടബ്. ബേബി ബോയ് ആയതുകൊണ്ട് തന്നെ ബ്ലൂ എന്താ അതിനകത്ത് മീറ്റർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ടബിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ഞാൻ അതിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ അവനിപ്പോൾ എൻ്റെ കുളിപ്പിക്കട്ടെ. ഉറക്കവും വന്നോടും. ഇനി ഫീഡൊക്കെ ചെയ്ത് കുളിപ്പിക്കണം. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് എൻ്റെ പുട്ടും മീസിനെ ഇങ്ങനെ ഇതൊക്കെ തേച്ചിട്ട് പടപ്പങ്ങളെ തന്നെ കുളിപ്പിക്കുമ്പോൾ പക്ഷേ നടുവോ നമുക്ക് തുടപ്പിക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഹഗ്ഗീസിൻ്റെ പാമ്പേഴ്സാണ്. കാരണം ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് കുറേ പാമ്പേഴ്സ് യൂസ് ചെയ്തതായില്ല. എനിക്ക് ഹഗ്ഗീസ് യൂസ് ചെയ്തിട്ടാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ലീക്കില്ലാണ്ടൊക്കെ ഒരിതും. പിന്നെ പാമ്പേഴ്സ് ഇടയ്ക്ക് യൂസ് ആക്കും കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോഴും ഇടയ്ക്കൊക്കെ ഹഗ്ഗീസ് തീരുമ്പോൾ പാമ്പേഴ്സ് തന്നെ യൂസ് ആക്കില്ല. അപ്പോൾ അവന് ക്രീമൊക്കെ ഇട്ടിട്ട്
ഡ്രസ്സൊക്കെ ചെറുതായി തുടങ്ങി. ഇതിന് മുമ്പ് വലുതാവനെയാണ്. മാഷാഅല്ലാ. ഞാൻ ഇട്ടുതരാം, നീ എൻ്റെ കൈമ പിടിക്കണ്ട. ഞാൻ ഇട്ട് തന്നെയല്ലേ, നീ ഇതിനെ എൻ്റെ കൈമ പിടിച്ചാണേ. ഓ ഇതൊക്കെ വലുതായ അല്ല ചെറുതായ. അശു ക്യാമറ ഉണ്ട്. ഇടയ്ക്ക് ചിരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ക്യാമറ ആണെങ്കിൽ ചിരിക്കില്ല, ക്യാമറയിലൊക്കെ ഇങ്ങനെ നോക്കിക്കോ. ആയി അടിപൊളി. ഫ്രണ്ട് ക്യാമ അവൻ തന്നെ ഫ്രണ്ട് ക്യാമ ആക്കി ഡബിൾ ടാപ്പ് ചെയ്തിട്ട് അനങ്ങാൻ്റെ കട. ഓക്കെ, സെറ്റപ്പായി. ശുണ്ടരി എന്ന് പറയുമ്പോൾ ഞാൻ ആങ്കൊച്ചാട്ടോ, ഞാൻ വെറുതെ തമാശക്ക്. ഇനിയിപ്പോൾ ഇവനെ ഫീഡ് ചെയ്തിട്ട് ഉറക്കാൻ കിടത്തണം, എന്നിട്ട് വേണം എനിക്ക് അടിച്ചു തുടക്കാൻ. ഓക്കേ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ബേബിക്ക് എന്താണ് യൂസ് ചെയ്യണേ, അവരിട്ട് ബേബിക്ക് എന്താണ് ക്രീം എന്തൊക്കെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടും എന്തായാലും, കാരണം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതൊരു വലുതായില്ലേ. ഞാനപ്പോൾ അത് മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാം എന്തായാലും എന്തൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന്. അപ്പോൾ ഗൈസ് അടിച്ച് തുടച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്കൊന്ന് കുളിക്കണം. ആകെ വേർത്ത് നടു നല്ല വേദന എടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം നടുവേദന എടുക്കും. അപ്പോൾ അന്നത്തെ ദിവസം ഒന്ന് കിടക്കണം, അല്ലെങ്കിൽ പിന്നെ പണിയാവും. അപ്പോൾ ഞാനിനിയിപ്പം വേഗം തലയും ഒന്ന് കുളിക്കണം. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഏരിയിട്ട് കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനിയിപ്പോൾ വേറൊരു ഐറ്റം ഉണ്ടാക്കാനുണ്ട്. സിമ്പിളായിട്ട് ഞാനൊരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കുക. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, കാരണം ഇതിൻ്റെ കൂടെ ചെയ്ത ഒരു ലാഗാവും. അതൊരു കുക്കിംഗ് വീഡിയോ പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ വന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചോറുണ്ട്, മേനുവിന് കഞ്ഞി വെക്കണം. ഇപ്പോൾ കഞ്ഞി വെക്കാൻ പറ്റില്ല, വിസിലടിച്ചാൽ കൊച്ച് ഇരിക്കും. അവൻ ഉറങ്ങുന്ന നേരം കൊണ്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനം നല്ല ഉപകാരം കേട്ടോ, ഈ ക്രാഡിൽ നല്ല ഉപകാരം. ഇപ്പോൾ ആ പൊങ്ങി നിൽക്കണോടത്ത് ഞാൻ എന്താക്കും, എന്തെങ്കിലും കളിപ്പാട്ട് നോക്കിയിടും. ഇപ്പം ഞാനത് ഊരി വെച്ചേക്കാറ്. ഇപ്പം ഞാൻ വീട്ടിൽ പോയേക്കണോണ്ട് നല്ല ഉപകാരം, അത് നല്ല ഹെൽപ്ഫുള്ളാണെന്ന് പറയാം. ഇപ്പോൾ ഈ സൗണ്ട് ഉണ്ടാക്കി വർക്ക് ചെയ്യുമ്പോഴൊന്നും അവൻ അറിയുകയും കൂടിയില്ല. മാഷാഅല്ലാഹ് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ്. ഞാൻ പിന്നെ ഇപ്പോൾ വേഗം കുളിക്കട്ടെ, നല്ല ചൂടിട്ടു. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. തലയിൽ വെള്ളം പോട്ടെ. ഇനിയിപ്പോൾ എന്താ, മാനുവിന് മെഡിസിൻ കൊടുക്കണം. കഞ്ഞി ഞാൻ എപ്പോഴും വെച്ചിട്ടില്ല, കൊച്ച് എണീച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവൻ എണീച്ചിട്ട് വേണം വെക്കാൻ. വിസിലേക്കുമ്പോൾ ഒറ്റ നെട്ടൽ കിട്ടും. അങ്ങനെ ഇനിയിപ്പോൾ തുണി വിരിക്കണം. ഓ മൈ ഗോഡ്, തുണി ഇത്ര വിരിക്കാനുണ്ട്. ഇത് വിരിച്ചിട്ട് വരാം. ഓക്കെ, തുണി വിരിക്കണം. ഇത് ഞാൻ മറന്നിരിക്കുകയാണ്. മേനോട് ഉറങ്ങണ്ട്, നമുക്ക് പോവാം. എൻ്റെ ഡെലിവറിക്ക് വാങ്ങിച്ച ചെരുപ്പാണ്.
അപ്പോൾ തുണികളെല്ലാം വിരിച്ച് കഴിഞ്ഞു. നമുക്കിനി ഡയറ്റിലേക്ക് പോവാം. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് വിശന്ന് തുടങ്ങി. ചോറുണ്ട്, ചോറാണെങ്കിൽ തിന്നാം. ഞാനിപ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടിയ കാർബോർഡൊക്കെ ഞാൻ ഈ മേളിൽ കൊണ്ടു വച്ചേക്കാം. പിന്നെ വാഷിംഗ് മെഷീൻ്റെത് അങ്ങനെയല്ല, താഴെയൊന്നും സ്ഥലമില്ല. അപ്പോൾ പോവാം. എനിക്കിതിൻ്റെ മേളിൽ കയറുമ്പോൾ ടെൻഷൻ എന്താണെന്നാ, കൊച്ചെനിക്കോ എന്നാ ടെൻഷൻ. അപ്പോൾ അവിടെ മേലുള്ളതുകൊണ്ട് കരയുകയാണെങ്കിൽ കേൾക്കും. ഓക്കേ, ഇപ്പം തൽക്കാലം ഒരു മുസമ്പി ഉപ്പൊക്കെ ഇട്ട് തിന്നാറുണ്ടോ നിങ്ങൾ? ഞാൻ അങ്ങനെ ഉപ്പിടാറില്ല. ഉപ്പിട്ടാൽ നല്ലതാണ്. വാപ്ചിക്കൊക്കെ അങ്ങനെ ഇഷ്ടം ഉപ്പിട്ടിട്ട്. എനിക്കങ്ങനെ ഉപ്പ് ഇടാണ്ട് നല്ല മധുരത്തിനോട് താല്പര്യം. ഓക്കെ, അപ്പോൾ കഴിച്ചാൽ മുസമ്പി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തിന്നണം എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടേ നിൽക്കട്ടെ. കുടുംബത്തോട് പിടിക്കാം. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. ചിലർക്ക് അറിയില്ല, അതുകൊണ്ട് കാണിച്ചു. മേലെ കൊടുത്തോക്കട്ടെ, തിന്നോന്ന് അറിയില്ല, കൊടുത്തു. അപ്പോൾ മേനും ഒരെണ്ണം തിന്നിട്ടാ. ഞാൻ പൊളിച്ചാൽ കൊടുത്തു തന്നിട്ട് ലാസ്റ്റ് വെള്ളം ഇറക്കിയിട്ട് അത് തുപ്പി തന്നു. മേനം അങ്ങനെ തിന്നോളൂ. അപ്പം ഞാനില്ലേ അങ്ങനത്തെ പറഞ്ഞില്ലേ സോയാബീൻ്റെ, അപ്പം അത് ഞാൻ വീഡിയോ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. ജസ്റ്റ് കണ്ടു നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൈ. കുറേ പേർക്കൊക്കെ അറിയാം, എന്നാലും ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ കഴിച്ച് ഇതുപോലെ ചോറിനകത്ത് പയറിട്ടിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് 3/4 ഭാഗം വെള്ളം, ഒരുവിധം വെള്ളം നല്ലോണം വേണം. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 6-7 വിസിലിൽ കഞ്ഞി റെഡി. ഇങ്ങനെ വേണമെന്ന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ആക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മോൻ എണീച്ചിട്ടുണ്ട്. ഹലോ, അഴുമോനെ ഉള്ളു അടിച്ചി ഡിങ് 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 ഡിങ്. ഇനിയിപ്പോൾ അവനൊന്ന് ഫീഡ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് കാണിച്ചു തരാം. മൈ ബേബി ഇങ്ങനെ പൊന്നാനാ, എൻ്റെ പൊന്നാനാ, പൊന്നാനാ. എൻ്റെ പൊന്നാനാ ആണോ? സ്ലീപ്പൊക്കെ കഴിഞ്ഞ. ഞാൻ എന്താക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കൊടുക്കും. ഇംഗ്ലീഷൊക്കെ കുറച്ച് പഠിച്ച് വളരട്ടേത് അല്ലേ. ഇപ്പം വിസിൽ വരുമ്പോൾ നെട്ടും മിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിന് എനിക്കാൻ കാത്തുന്നത്, വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അച്ചോ ഓ ഇഞ്ചി 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 ഇവിടെ ഇവിടെ ഇഞ്ചി. കഞ്ഞി റെഡി, മേനുള്ളത്. അപ്പോൾ നമുക്ക് മേനുവിനെ വിളിക്കാം ഗൈസ്. അപ്പോൾ മേനു ചോറ് തിന്നണം, കഞ്ഞി മേനുവിനിപ്പോൾ വേണ്ട, നല്ല ഉറക്കം വരുന്നത്. സോ നമുക്ക് തിന്നാം. എനിക്ക് വിശക്കുണ്ട്, കൊച്ചിന് പാല കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയൊരു പയർ കറിയാണ്. അപ്പോൾ അത് തന്നെ ബാക്കിയൊന്നും ഞാനിപ്പോൾ ഇന്ന് പീസ് വെച്ചതാണ്. അപ്പോൾ കഴിക്കാം. ഞാൻ മേനുവിൻ്റെ കൂടെ കൂടിയിട്ട് തിന്നണതായിട്ട് ഈ പീസൊക്കെ, അല്ല പീസും പയറൊക്കെ ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടലേ ഇല്ല. സാധാരണ ഫുഡിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇഷ്ടമല്ല. ഈ അപ്പത്തിൻ്റെ കൂടെ ഒന്നും ഇഷ്ടം തന്നെ ഇല്ല. മേനുവിൻ്റെ കൂടെ കൂടിയിട്ടാണ്. മേനുവിന് പയറൊക്കെ ഭയങ്കര ഇഷ്ടം. ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന തിന്നുമ്പോൾ ഇവൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ തിന്നെന്തോ ഒന്നാമത് അവൻ നോക്കിയത് തിന്നോണയും, അത് വേറെ കാര്യം. അപ്പം ഞാൻ തിന്നണം നോക്കിയിട്ട് ഇരുന്ന് ചിരിക്കും. ശരിയാണ്. ഇപ്പോൾ ഫോണമേക്ക് നോക്കിയിരിപ്പുണ്ട്. ഇത്ര നേരം ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
അപ്പോൾ സോയാബീൻ ഫ്രൈ വീഡിയോ ഞാൻ പറഞ്ഞോളെ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.